അതെ, അതെന്താന്ന് തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട ഞാൻ വന്നിരുന്നിട്ട് ഓഡിയോ നോക്കിയാൽ അങ്ങനെ ഇരിക്കും. അത് മൈക്കിൽ എന്നോട് എപ്പോ ഇങ്ങനെയാണ്. അപ്പൊ നിങ്ങൾക്കൊരു വാർത്തയായി. ഹലോ ഹലോ ചെക്ക്. പൂരവുമായി ബന്ധപ്പെട്ടുള്ള ഒട്ടേറെ പ്രശ്നങ്ങൾ ഇത്തവണ ഉണ്ടായല്ലോ. ഇതില് കേരളത്തിന്റെ തനതായ സാംസ്കാരിക അടയാളമായാണ് തൃശൂർ പൂരത്തെ നാം കാണുന്നത്. മതസൗഹാർദ്ദവും സഹവർത്തിത്വവും വിളിച്ചോതുന്ന ഒരു അന്താരാഷ്ട്ര സാംസ്കാരിക പൈതൃക ഉത്സവം എന്ന നിലയിലാണ് തൃശൂർ പൂരം കഴിഞ്ഞ 2 നൂറ്റാണ്ടിലേറെയായി കൊണ്ടാടുന്നത്. ഇത്തവണ പൂരവുമായി ബന്ധപ്പെട്ട് തുടക്കത്തിൽ തന്നെ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഒന്ന് എക്സിബിഷന്റെ ഘട്ടത്തിലായിരുന്നു. ആ എക്സിബിഷൻ പ്രശ്നം തറവാടകയുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമായിരുന്നു. വലിയ ഗൗരവമായ ഒരു വിഷയമായിട്ട് ഉയർന്നു വന്നു. ആ ഘട്ടത്തിൽ അതിൽ ഇടപെടേണ്ടി വന്നിരുന്നു. ഇടപെട്ടത് പരിഹാരമാവുകയും ചെയ്തു. ദേവസ്വങ്ങളെല്ലാം ഈ തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ദേവസ്വങ്ങളെല്ലാം അതിൽ നല്ല സംതൃപ്തിയാണ് രേഖപ്പെടുത്തിയത്. ഗവൺമെന്റിന്റെ ഇടപെടലിനെ നല്ല രീതിയിൽ പ്രകീർത്തിച്ച് തന്നെ അവരെല്ലാവരും സംസാരിക്കുകയുണ്ടായി. അതിന്റെ തുടർച്ചയായി പൂരവുമായി ബന്ധപ്പെട്ട് തന്നെ ആനകളുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ ഉയർന്നു വന്നിരുന്നു. അതിലും ഇടപെടാനും നല്ല രീതിയിൽ പരിഹരിക്കാനും കഴിഞ്ഞിരുന്നു. ഇതിലെല്ലാം നാം സ്വീകരിച്ച അല്ലെങ്കിൽ സർക്കാർ സ്വീകരിച്ച നിലപാട് എല്ലാ വിഭാഗം ജനങ്ങളും അണിചേരുന്ന ലോകമെമ്പാടും ശ്രദ്ധിക്കപ്പെടുന്ന പൂരം